കേരളം കാത്തിരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് നാളെ ഏപ്രിൽ മാസം 9-ാം തീയതി ആരംഭിക്കുകയാണ്. ഒറ്റ ദിവസമാണ് 140 നിയോജക മണ്ഡലങ്ങളിലേക്കുമുള്ള ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തപ്പെടുന്നത്. അതുമാത്രമല്ല, നാളെ പൊതു അവധി ദിവസം കൂടിയാണ്. സ്വകാര്യ മേഖലയിലുൾപ്പെടെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് സമയക്രമീകരണം രാവിലെ 7 മണി മുതലായിരിക്കും ആരംഭിക്കുക. 11 മണിക്കൂറാണ് നീണ്ടു നിൽക്കുന്നത്, വൈകുന്നേരം 6 മണി വരെ. ഇനി അത് മാത്രമല്ല, നമ്മുടെ വീടുകളിലേക്ക് ഇപ്പോൾ കൃത്യമായിട്ട് വോട്ട് ലിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഈ സ്ലിപ്പ്, അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു ID പ്രൂഫ് കൊണ്ടുപോകേണ്ടതാണ്. വോട്ടർ ID കാർഡ് ഇല്ല എങ്കിൽ ആധാർ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, ഇനി നമുക്ക് തൊഴിൽ കാർഡ് ഉണ്ടെങ്കിൽ അത്തരം തൊഴിൽ കാർഡുകളാവാം. ഇനി കേന്ദ്ര സർക്കാർ ജീവനക്കാരാണെങ്കിൽ അങ്ങനെയുള്ള ID കാർഡുകളും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള പല ഡോക്യുമെന്റുകളിൽ ഏതെങ്കിലും ഒന്ന് മാത്രം നമ്മൾ കൊണ്ടുപോയാൽ മതിയാവും. ഇനി പ്രായമായവര്, ഭിന്നശേഷിക്കാര്, അതോടൊപ്പം തന്നെ എന്തെങ്കിലും രോഗങ്ങൾ മൂലം അവശത നേരിടുന്നവര്, ഗർഭിണികള്, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് പ്രത്യേകം മുൻഗണന ഉണ്ട്. ബന്ധപ്പെട്ട പോളിംഗ് ബൂത്തിൽ എത്തിക്കഴിയുമ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകമായിട്ട് വോട്ട് ചെയ്ത് മടങ്ങുവാനുള്ള സംവിധാനങ്ങൾ അവർ ക്രമീകരിക്കുന്നതായിരിക്കും. ഇനി ഏതെങ്കിലും കാരണവശാൽ വോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് ഉണ്ട് എങ്കിൽ ആ വീട്ടിലെ മറ്റു ബന്ധുക്കൾക്ക് സഹായിയായിട്ട് നിൽക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ സഹായിയുടെ വലത് കൈയിലെ ചൂണ്ടുവിരലിൽ കൂടി മഷി പുരട്ടുന്നതാണ്. പ്രത്യേക സാക്ഷ്യപത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കേണ്ടത് ആവശ്യമാണ്. എങ്കിലും ഈ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് നടത്താനായിട്ട് സാധിക്കും. ഇനി സ്മാർട്ട് ഫോണുകൾ കയ്യിൽ വെച്ചുകൊണ്ട് പോളിംഗ് ബൂത്തിലേക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത്. മുൻപത്തെ പോലെയല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെയും കളർ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വോട്ടിംഗ് മെഷീനിൽ ഉണ്ടാവും. കൃത്യമായിട്ട് പേരിലോ ചിഹ്നത്തിലോ നേരെയുള്ള ബട്ടൺ, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബീം ശബ്ദം കേൾക്കുന്നതോടെ വോട്ട് രേഖപ്പെടുത്തും. 7 സെക്കൻഡോളം സ്ഥാനാർത്ഥിയുടെ പേര്, ചിഹ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇതുപോലെയുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.